കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്കാണ്. ഭരണ തുടർച്ചയുടെ കരുത്തിൽ ഇടതുമുന്നണിയും അധികാരം തിരിച്ചുപിടിക്കാൻ UDFും കേരളത്തിൽ ചുവടുറപ്പിക്കാൻ BJPയും സർവ്വസജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന നിയമ നടപടികളും ഒക്കെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ മുന്നണികളുടെ ഭാവി തന്നെ നിർണയിക്കുന്ന ഘട്ടമാണിത്. ഒരു മണ്ഡലത്തിലെ വിജയം എന്നതിലുപരി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കുന്ന ഒരു പരീക്ഷണശാലയായി പാലക്കാട് മാറുമോ എന്നാണ് ഇപ്പോൾ പലരും ഉറ്റുനോക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ മുന്നണികളുടെ മുമ്പിൽ ചില കടമ്പകളുണ്ട്. അത് വിജയകരമായി ചാടിക്കടക്കണം. LDFിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM നേതാക്കൾ അറസ്റ്റിലായതാണ്. മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരമാണ്. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് CPM പറയുന്നതെങ്കിലും സംഗതി അങ്ങനെയല്ല. ഇനി UDFിലേക്ക് വന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരക്കാരൻ ആര് എന്നതാണ്. രാഹുൽ എഫക്റ്റിന് പകരം UDF എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽപ്പെട്ട സാഹചര്യത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ആര് വരുമെന്നത് വലിയ ചർച്ചയാണ്. രാഹുൽ ഉണ്ടാക്കിയെടുത്ത യുവജന പിന്തുണ നിലനിർത്താൻ പറ്റിയ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മുഖത്തെ കണ്ടെത്തുക എന്നത് കോൺഗ്രസിന് തലവേദനയാണ്. മൂന്നാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ്. അതേസമയം മത്സരിച്ചില്ലെങ്കിലും പ്രചാരണത്തിൽ രാഹുൽ നിറഞ്ഞു നിൽക്കും. പക്ഷെ ജാമ്യത്തിൽ ഇറങ്ങിയാലും 2 വർഷത്തിനു മേലെ ശിക്ഷ ലഭിച്ചാൽ അംഗത്വം നഷ്ടപ്പെടും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. ഇതിനിടെയാണ് അറസ്റ്റിലായത്. 3 മുന്നണികൾക്കും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം ഇത്തിരി കടുകട്ടിയാണ്. രാഹുലിന്റെ എഫക്റ്റ് മറികടക്കുന്നയാളിനെ കോൺഗ്രസിന് വേണം. LDFിനാണെങ്കിൽ രാഹുലിന്റെ പീഡന കേസ് പ്രയോജനപ്പെടുത്താൻ പറ്റിയ ഒരാളെയാണ് വേണ്ടത്. ഇതാണ് ഇപ്പോഴത്തെ ചൂടൻ ചർച്ചാ വിഷയം. 3 മുന്നണികളുടെയും അന്തിമ പട്ടികയിൽ 2 പേരുകൾ മാത്രമാണെന്നാണ് വിവരം. രാഹുൽ വിവാദം മറികടക്കാൻ K മുരളീധരന് കഴിയുമോ? ഇതാണ് കോൺഗ്രസിന്റെ ആലോചന. മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെങ്കിൽ പാലക്കാട് മത്സര രംഗത്തിറക്കാൻ DCC ആലോചിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന നിയമ നടപടികളും വിവാദങ്ങളും UDFിന് തിരിച്ചടിയാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മറ്റൊരു പേര് BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടേതാണ്. ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ് സന്ദീപ് എന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത്. അതേസമയം സർപ്രൈസ് സ്ഥാനാർത്ഥിയായ മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥിന്റെ പേരും ചർച്ചയിലുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നത് UDFിന്റെ പതിവ് രീതിയാണ്. VD സതീശൻ, K സുധാകരൻ, അച്യുതാനന്ദന് കീഴിൽ എല്ലാ ഗ്രൂപ്പുകളെയും ഒരേ ചരടിൽ കോർക്കുക എന്നത് കഠിനമാണ്. A ക്ലാസ് മണ്ഡലമായി BJP സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും പാലക്കാട് നഗരസഭാ ഭരണം BJP നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരികെ എത്തിക്കാൻ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് അവതരിപ്പിക്കേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് ആദ്യ പരിഗണന. ശോഭാ സുരേന്ദ്രന്റെ തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ BJPക്ക് മണ്ഡലത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതേസമയം ശോഭയെ ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് പരിഗണിച്ചാൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരും ജില്ലാ നേതൃത്വത്തിന് മുന്നിലുണ്ട്. അത് പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റേതാണ്. യുവ നേതാവിനെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ മികച്ച മത്സരം മണ്ഡലത്തിൽ കാഴ്ചവെക്കാനാകുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച C കൃഷ്ണകുമാർ ഇത്തവണ മലമ്പുഴ മണ്ഡലത്തിലായിരിക്കും ജനവിധി തേടുക. പാലക്കാട്, തൃശൂര്, തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJP ഉയർത്തുന്ന ത്രികോണ മത്സരം UDFിന്റെ വിജയസാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. LDFിലും തലപുകഞ്ഞ ആലോചന നടക്കുകയാണ്. വനിതാ നേതാവിനെ തന്നെ കളത്തിലിറക്കാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോളുടെ പേരായിരുന്നു. നാമനിർദ്ദേശ പത്രിക വാങ്ങി തിരികെ കൊടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി P സരിൻ കോൺഗ്രസ് വിട്ട് CPMൽ എത്തുന്നതും സ്ഥാനാർത്ഥിയാകുന്നതും. പക്ഷെ ഇത്തവണ ബിനുമോളുടെ പേരിനാണ് മുൻഗണന. അതേസമയം P സരിന് ഒറ്റപ്പാലം മണ്ഡലം ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് തന്നെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാൽ അത് സർക്കാരിനെതിരായ വലിയ ജനവികാരമായി വ്യാഖ്യാനിക്കപ്പെടും. പാലക്കാട് നഗരസഭയും കണ്ണാടി, പിരായിരി, മാത്തന്നൂർ പഞ്ചായത്തുകളും അടങ്ങുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് നഗരസഭ BJPയും കണ്ണാടി LDFും പിരായിരി UDFുമാണ് ഭരിക്കുന്നത്. മാത്തന്നൂർ പഞ്ചായത്തിൽ LDFും UDFും തുല്യ നിലയിലാണ്.
തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് വിഹിതം കൂടുതൽ. 2024 ഉപതെരഞ്ഞെടുപ്പിൽ 18,840 വോട്ടുകൾക്കും 2021 തെരഞ്ഞെടുപ്പിൽ 3,859 വോട്ടുകൾക്കുമാണ് കോൺഗ്രസ് മണ്ഡലം പിടിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് മണ്ഡലത്തിൽ ഏതാണ്ട് 6,000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ടെന്നാണ് കണക്കുകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ചർച്ചാ വിഷയമാകും. വരും മാസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം പാലക്കാട്ടുണ്ടാകും. പാലക്കാട്ടെ രാഷ്ട്രീയ പോരാട്ടം വെറുമൊരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 3 മുന്നണികളുടെയും അസ്തിത്വത്തിന്റെ കൂടി പോരാട്ടമാണ്. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിൽ ജനവിധി ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ്. രാഹുൽ മങ്കൂട്ടത്തിന്റെ നിയമക്കുരുക്കുകൾ UDF-നെ പ്രതിരോധത്തിലാക്കുമ്പോൾ അത് മുതലെടുക്കാൻ LDF-ഉം തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. കെ മുരളീധരനെ പോലെ കരുത്തനായ നേതാവിനെ ഇറക്കി സീറ്റ് നിലനിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനിലൂടെ ചരിത്രം തിരുത്താനാണ് BJP ഒരുങ്ങുന്നത്. വരാനിരിക്കുന്ന മാസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം പാലക്കാട് നടക്കും. ഓരോ വോട്ടും ഓരോ നീക്കവും കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ജാഗ്രതയോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും നീങ്ങുന്നവർക്ക് മാത്രമേ പാലക്കാട്ടെ കോട്ട പിടിക്കാനാകൂ.